ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ്. ശ്രുതിക്കാണെങ്കിലോ അയ്യോ അവൾ ഗർഭിണിയല്ല എന്നുള്ള കാര്യം എങ്ങനെ ചന്ദ്രയോട് പറയും എന്ന് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നുണ്ട് ചന്ദ്ര വർഷനെ വിളിച്ച് സംസാരിക്കുന്നത്. മോളെ വർഷേ, അവന് വേണ്ടി സച്ചിക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം മോളെ, മോൾ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര. ഇത് കേട്ട് വർഷയാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വെള്ളം ദാഹിക്കുന്നുണ്ട്, അതിന് പകരം ആൻറ്റി വെള്ളം കുടിച്ചാൽ മതിയോ? ഞാൻ കുടിക്കണ്ടേ? എന്നാലല്ലേ എൻ്റെ ദാഹം മാറുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും, ഞാൻ വരില്ല, സച്ചി മാപ്പ് പറയാതെ ഞാൻ വരില്ല എന്ന് വർഷ പറയുന്നുണ്ട്. പിന്നെ വർഷയുടെ അമ്മ വർഷയോട് പറയുന്നുണ്ട്, അവർ വന്ന് കരഞ്ഞു പറഞ്ഞാൽ നീ പോവോ എന്ന് എനിക്ക് പേടിണ്ടായിരുന്നു, നീ പോയില്ലല്ലോ, ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, സച്ചിയെ പോലുള്ള ഗുണ്ടയുള്ളപ്പോൾ അവളെങ്ങനെ പോവുക, അവളെ ഒന്നും വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയാണെങ്കിലും എന്താ ചെയ്യേണ്ടേ, ഇവരുടെ തീരുമാനത്തിൽ നിന്ന് മാറണോ വേണ്ടയോ എന്ന് അറിയാതെ നിൽക്കുന്ന വർഷയും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ രവിയാണെങ്കിലോ നമ്മുടെ ശ്രീകാന്തിനെ തിരയുന്നുണ്ട്. ശ്രീകാന്തേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ശ്രീകാന്ത് വന്നിട്ടില്ലല്ലോ ശ്രീകാന്ത്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എവിടെ പോയി? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അന്ന് ചടങ്ങിനുണ്ടായ പ്രശ്നത്തിന് ശേഷം ശ്രീകാന്ത് ഇവിടെ വന്നിട്ടില്ലല്ലോ അച്ഛാ, അച്ഛൻ എന്തോ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ശരിയാണല്ലേ ശ്രീകാന്ത് ഇവിടെ ഇല്ല അല്ലേ എന്ന് കണ്ണിൽ വെള്ളം നിറച്ച് പറയുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ പ്രൊമോ അവസാനിക്കുകയാണ്. ശ്രീകാന്ത് വർഷയും തിരികെ വീട്ടിൽ വരുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ചെമ്പനീർ പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.